ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്തൊക്കെ എല്ലാവരും വിശേഷം? നമ്മുടെ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നീറ്റപ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ട്. പിന്നെ രാവിലെ വന്ന് സിറ്റ് ഔട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇന്നലെ മഴ പെയ്തിട്ടാ തോന്നുന്നു നിറയെ പാറ്റകളുണ്ട്. പിന്നെ അതൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന്. അപ്പോൾ അവിടെ ഇന്ന് നമ്മൾക്ക് കഴിക്കാൻ പുട്ടും പഴമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് രാവിലത്തെ ചായപ്പണി അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉച്ചക്കുള്ളത് നോക്കാമെന്ന് കരുതി. ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയും മോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നെയ്ച്ചോറും, കുട്ടികൾക്കും ലീവല്ലേ, അപ്പോൾ എന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചു. പൈപ്പിൽ തീരെ വെള്ളം വരില്ല കേട്ടോ, അത് കാരണമാണ് നമ്മളവിടെ ചെമ്പട്ടിയിൽ വെള്ളം പിടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് നേരാക്കി വെച്ചു. അവിടെ ഇരിക്കണ വെള്ളരിക്കും പയറൊക്കെ എൻ്റെ ഉപ്പ ഉണ്ടാക്കിയതാട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ചെറുതൊക്കെ നമ്മുടെ ഉപ്പ ഉണ്ടാക്കി തരും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ അതിലേക്കുള്ള ക്യാരറ്റും ഉള്ളിയും ഒക്കെ നന്നാക്കി തൊലിച്ച് വെച്ചു. ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന നന്നാക്കി വേസ്റ്റൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി. അതിൻ്റെ അടുത്ത് നമുക്ക് പാത്രം കഴുകാനും രാവിലത്തെ ചായപ്പണിയുടെ പാത്രം കഴുകാനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പണിക്ക് നിന്നത്. പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞ് ഒക്കെ ഒരു പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചു. പിന്നെ അതിൽ അരി കുതിർത്താട്ടിയിരുന്നില്ല നമ്മൾ, അതൊക്കെ കഴുകി വാരി വെച്ച് നമ്മൾ ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് നെയ്യും ഇതൊക്കെ ഇട്ടിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറിനുള്ളത് സെറ്റാക്കി. ഉള്ളി പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് ഉള്ളി ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ നെയ്യിൽ അരി ഒന്ന് വറുക്കും കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യൽ? നമ്മൾ നെയ്യിൽ അരി ഒന്ന് വറുത്ത് വെള്ളം വേറെ തിളപ്പിക്കുകയോ ചെയ്യുക നെയ്ച്ചോറ് വെക്കാൻ. എന്നിട്ട് നെയ്യിൽ വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യൽ? കമൻറ്റ് ഇടും കേട്ടോ. നമ്മൾ അങ്ങനെയാണ് ചെയ്യലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യല്. അങ്ങനെയൊക്കെ ചെയ്ത് നെയ്ച്ചോറ് അവിടെ സെറ്റായി വെച്ചു. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ആയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറായി ലേശം മല്ലിച്ചെപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് അങ്ങനെ സെറ്റാക്കി അതവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിയൊക്കെ കുനുന്നനെ അരിഞ്ഞിട്ട് അതിൽ തൈര് ഒഴിച്ച് കച്ചമ്പറൊക്കെ സെറ്റാക്കി. അപ്പത്തിനും പിന്നെ കറി വെക്കണ്ട, ഓരോന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓരോന്ന് ചെയ്യണത് പണികൾ. അപ്പത്തിനും പിന്നെ നമ്മൾ ഇന്ന് ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് കരുതി. അതിലേക്കുള്ള ഉള്ളി, ഉരുളൻകിഴങ്ങ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് പറഞ്ഞില്ലേ, അങ്ങനെ അതിൽ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. പിന്നെ ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും അവിടെ അരികിൽ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ അതിലേക്കുള്ള ചെമ്പട്ടി വെച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായി ഉള്ളി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിലേക്ക് നന്നായി വഴഞ്ഞ് വന്നാൽ അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി പിന്നെ അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊന്ന് ചതച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചതച്ചെടുത്തിട്ട് അതിലേക്ക് നന്നായി വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റും. നന്നായി വഴന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ പാടെ നമ്മളൊരു പ്ലേറ്റിൽ ഒക്കെ ഒന്നിച്ച് ആക്കി വെച്ചിരുന്നു. അത് അതിലിട്ട് നന്നായി ഇളക്കി ചിക്കൻ കഴുകി ഒന്ന് നല്ല തക്കാളി ഒന്ന് ഉടയണ വരെ ഇളക്കി റെഡിയാക്കി വെക്കും കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില ഒക്കെ വിതറിയിട്ട് പിന്നെ ഒന്നുകൂടെ നന്നായി ഇളക്കി അതിൽ ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഇതാക്കിയിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ ആക്കിയിട്ട് വെച്ചു കേട്ടോ. അതിന് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ഇനി വറുത്തരച്ച് വെക്കുകയല്ലേ, അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചിരവാന്ന് കരുതിയിട്ട് തേങ്ങ ചിരവിയിട്ട് പിന്നെ അത് വറുത്തരച്ചു. നമ്മൾ വറുത്തരക്കുമ്പോൾ അതിൽ പെരിഞ്ചീരകം, കറിവേപ്പില, വലിയ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി ഇട്ടിട്ട് അത് തേങ്ങയൊക്കെ ഇട്ട് വറുത്തരച്ചിട്ട് മിക്സിയിൽ അരച്ച് ഒന്ന് ചൂടാറിയിട്ട് കേട്ടോ മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് അതിൻ്റെ ചൂടും കൊണ്ടും തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കും. വറുത്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് നമ്മളതിൽ മിക്സിയിൽ അരച്ചെടുത്തു. അപ്പത്തിനും അടുപ്പത്ത് വെച്ച ചിക്കൻ കറി നല്ലോണം തിളച്ച്
വെന്ത് പാകമായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ലേശം തേങ്ങ അരച്ചത് ഒഴിച്ച് നന്നായി ഇളക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. തേങ്ങ അരച്ചതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി കൊണ്ടാട്ടോ നമ്മൾ ശരിക്കും ഈ കറി തൂമിക്കുക. നമ്മൾ ചെറിയ ഉള്ളി ഇന്നലെ മറന്നു പോകുന്നു, കടയിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ മേടിക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് വലിയ ഉള്ളി എടുത്ത് നന്നായി തൂമിച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി തൂമിച്ച് അതിൽ കുറച്ച് വറുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. ആ മുളക് പൊടി ഇട്ടിട്ട് കറിയിലൊഴിച്ച് കറി അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ കറി റെഡിയായി. പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ കറി റെഡിയായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ വരും. ഉപ്പാക്ക് കഞ്ഞി കൊടുക്കണം. ഉപ്പാക്ക് എന്നും പണ്ടേ മുതലുള്ള ശീലമാണ് കഞ്ഞി കുടിക്കണം. ഉപ്പാക്ക് കഞ്ഞി എടുത്ത് കൊടുത്തു. പിന്നെ ഉപ്പാക്ക് 78 വയസ്സായിക്കണു. അപ്പോൾ ഉപ്പ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വേഗം കുറച്ച് സാബുനരി ഇല്ലേ എടുത്തിട്ട് കുതിരാൻ വെക്കും പായസത്തിലേക്ക്. ഇത് കുറച്ച് സേമിയൊക്കെ കുട്ടികൾ കവറിൽ തന്നെ പൊടിച്ചു തന്നു കേട്ടോ. അത് ഞാൻ പ്ലേറ്റിലിട്ട് വെച്ചതാണ്. കവറിൽ തന്നെ ഇട്ട് അങ്ങനെ പൊടിച്ച് തന്ന്. അതിൻ്റെ ഇടയ്ക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചു. പാല് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും സേമിയം കുറച്ച് പകുതി എടുത്തിട്ട് വറുക്കാനും എടുത്തു കേട്ടോ. സേമിയം വറുത്തിട്ട് പകുതി വറുത്തതും പകുതി നോർമൽ സേമിയം കേട്ടോ, വറുക്കാത്ത സേമിയാണ്. അത് പായസത്തിലിട്ടു. സാബുനരി കുതിർത്തതും ഉണ്ടായിരുന്നില്ലേ, അതും പായസത്തിലെടുത്ത്. അപ്പത്തിനും പായസം ഒരടുപ്പത്ത്, ചിക്കൻ കറി വേറൊരടുപ്പത്ത്, അത് ഓഫ് ചെയ്തിട്ടിരുന്നു. പിന്നെ പായസം റെഡിയാക്കാൻ നിന്നു. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി അതാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് കുറച്ച് പായസത്തിലിട്ടു. കുറച്ച് നമ്മൾ ചോറിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നു, പായസത്തിലിട്ട് ശരിയാക്കി. പിന്നെ പപ്പടം കാച്ചിയതും പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം നെയ്ച്ചോറ്, കറി, പായസം, പപ്പടം, കച്ചമ്പറ് ഒക്കെ ആയി റെഡിയായി. നമ്മൾ വേറെ ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ആങ്ങളുടെ ഭാര്യയും കുട്ടികളും എത്താനായിക്കണു പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വേഗമൊക്കെ റെഡിയാക്കി വെച്ച് ബാക്കി കലാപരിപാടികൾ അവിടെ കിടക്കുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ എത്തി പറഞ്ഞിട്ട് ഉമ്മർത്ത് എത്തി പറഞ്ഞ് വിളിച്ച്. അപ്പോൾ വേഗം പോയി നോക്കുമ്പോൾ മോളും നാത്തൂൻ്റെ മോളും പേരക്കുട്ടിയും ഒക്കെ പാടെ വന്നിരിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് ഐസ്ക്രീമും മുട്ടായും പോപ്കോണും ഒക്കെ കൊടുന്നിരിക്കുന്നു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ ചെറിയ കുട്ടിക്ക് ഓനിക്ക് തനിയെ കഴിക്കണം പറഞ്ഞിട്ട് മെല്ലെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ താത്താൻ്റെ കുട്ടി വാരി കൊടുക്കുന്നുണ്ട്. ഓന് കഴിച്ചിട്ട് എന്നോട് ചെറിക്കുകയാണ്. എല്ലാവരോടും ചിരിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കലിൻ്റെ ക്ലീനിങ്ങിൻ്റെ ആണ് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ അടുക്കളയാണ് അത് കണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഒരു 4 മണി ഒക്കെ ആ ടൈമിലൊക്കെ നമ്മളൊന്ന് നീക്കും. അപ്പത്തിനൊക്കെ എല്ലാവർക്കും നിസ്കരിക്കേണ്ട ടൈം ഇതൊക്കെ ആയപ്പോൾ എല്ലാവരും നീച്ച് റെഡിയാക്കി ചായ വെക്കാമെന്ന് കരുതി. എന്നിട്ട് വേഗം കുടിക്കൽ ചായയൊക്കെ എടുത്ത് വെച്ച് പഞ്ചസാര ഡപ്പയിലേക്ക് ഇടുമ്പോഴാണ് അവിടെ കുറച്ചാണ്ട് പോയി. പിന്നെ അത് വൃത്തിയാക്കലും പിന്നെ ചായയൊക്കെ റെഡിയായി. അവർക്ക് എല്ലാവർക്കും ചായ കൊണ്ടുപോയി കൊടുത്ത് അപ്പത്തിനും ഓന് ഒന്ന് ഉറങ്ങി നീച്ച് ഡ്രസ്സൊക്കെ ഊരി കളി തുടങ്ങി. തിന്നാൻ കൊടുത്തതും വെച്ച് കളി തുടങ്ങി. പിന്നെ അവർ പോവേണ്ട ടൈമായപ്പോൾ ഡ്രസ്സ് മാറ്റി കൊടുക്കലും ഉപ്പപ്പാനോട് കളിക്കലും എല്ലാവരോടും യാത്ര പറയലും അതൊക്കെ ആയിരുന്നു. നാത്തൂനും മോളും താത്തയും കുട്ടികളും ഉപ്പയും എല്ലാവരും ഉണ്ട് അവിടെ. അങ്ങനെ അവർ പോകേണ്ട ടൈമായി. അവർ ഇവിടെ അടുത്ത് തന്നെ ഉപ്പാൻ്റെ വീടുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ വീട്ടിലേക്ക് കയറി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവർ നമ്മളോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോയി. ഇനി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്